കഴിക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ പുഴു വീണത്. അപ്പൊ ഞങ്ങള് ഇത് ആദ്യം കൊണ്ട് ഞങ്ങൾ പ്രിൻസിപ്പലിനെ കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞത് അത് എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെയാണ് അവരെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ നേരിട്ട് സ്റ്റുഡൻസ് എല്ലാരും കൂടി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചു. ഞങ്ങൾ 1 മണി മുതൽ 4 മണി വരെ സമരത്തിലിരുന്നു. ഞങ്ങൾ 5 മണി 5:30 വരെ സ്കൂൾ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ പഞ്ചായത്തിൽ വെച്ചൊരു മീറ്റിംഗ് പറഞ്ഞു. അങ്ങനെ മീറ്റിംഗിന് ഞങ്ങൾ ഇന്നലെ ആയിരുന്നു ഞങ്ങൾക്ക് മീറ്റിംഗിന് പോയി അവർ താൽക്കാലികമായിട്ട് ചെയ്തു തരാവുന്ന ഒക്കെ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് താൽക്കാലികമായിട്ടല്ലത് വേണ്ടത്, ഞങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് പുതിയ ഇപ്പോഴും ഞങ്ങൾ ഇരിക്കുന്ന 40 കുട്ടികൾ ഇരിക്കേണ്ട ക്ലാസ് 65 കുട്ടികൾ തിങ്ങിയിട്ടായിരിക്കണം. ഈ 40 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിലാണ് അവർ സീലിംഗ് ചെയ്തു തരാന്ന് പറഞ്ഞു. അതല്ല ഞങ്ങൾക്ക് വേണ്ട, ഒരു ഷീറ്റ് വലിച്ചു കെട്ടി തരാന്നാ പറഞ്ഞത്. അപ്പൊ അതല്ല ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ടിട്ട് സ്റ്റുഡൻസ് തന്നെ കംപ്ലൈന്റ് ആയിട്ട് വന്നത്. അപ്പോൾ സാറ് പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ എന്തായാലും ഈ പണികൾ സ്റ്റാർട്ട് ചെയ്യാന്നാണ്. പിന്നെ മരം മുറിച്ച് മാറ്റാൻ ഉള്ള ഇത് പെട്ടെന്ന് തന്നെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ലാബും കാര്യങ്ങളും ഇതാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. GVHSS തിരൂരിലെ കുട്ടികളാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവര് എന്നെ കാണാനാണ് അവര് രക്ഷകർത്താക്കളൊത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ മൈക്കിലോട്ട് സംസാരിച്ച അനാമിക +2 പഠിക്കുന്ന വിദ്യാർത്ഥിനി കൊച്ചുമോള് പറഞ്ഞ പോലെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, അവര് പഴയ ഒരു ഘട്ടത്തിലാണ് അവരുടെ ക്ലാസ് നടക്കുന്നത്. അവരുടെ ഈ കോമ്പൗണ്ടിന്റെ ഒരു സൈഡിൽ ഈ ഒരു വലിയ മരം നിൽപ്പുണ്ട്, ഒരു പാഴ്മരമാണ്. ആ മരത്തിൽ പുഴുവിന്റെ ശല്യമുണ്ട്. അപ്പൊ ആ മരം വളർന്ന് ഇവർ ഇരിക്കുന്ന കെട്ടത്തിലേക്ക് വന്ന് വീഴുകയാണ്. അപ്പൊ അവർക്ക് ആഹാരം കഴിക്കുന്നതിനും ഇത് ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതിനൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെയാണ് അവര് അവിടെ ഒരു ദിവസം പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്തു. ഞാൻ അറിഞ്ഞു പറഞ്ഞതിന് ഞാനിതിൽ ഇടപെട്ടിരുന്നു. അപ്പൊ തന്നെ ഞാൻ ജില്ലാ കളക്ടർക്കും DDക്കും ഒക്കെ നിർദ്ദേശം കൊടുത്തിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിലെ യോഗങ്ങളും ഗവൺമെന്റ് കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതിലിപ്പോ 3.9 കോടി രൂപ കിഫി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അത് ഒരു 3 ആഴ്ചയ്ക്കകം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു നല്ലൊരു ഘട്ടം കിട്ടുന്നതിന് വേണ്ടി അവിടെ കഴിയും. ഇത് കൂടാതെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഞാൻ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അതിന് ഇവർക്ക് 4 ക്ലാസ് റൂം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോജക്ട് തയ്യാറാക്കി ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. അതും എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ടി കഴിയും. പിന്നെ അവർക്കവിടെ സ്ഥലക്കുറവുണ്ടെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്ത് ഡയറ്റിന്റെ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ഥലവും കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കെട്ടാൻ എങ്ങനെ കഴിയുമെന്ന് സംബന്ധിച്ച് ആലോചിക്കുകയാണ്. കളക്ടറോട്ട് ഞാൻ ഇപ്പോൾ സംസാരിച്ചു. അതേപോലെ തന്നെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട്ട് സംസാരിച്ചു. കുട്ടികൾ വന്ന ശേഷം തന്നെ അവിടുത്തെ പ്രിൻസിപ്പളോട്ട് സംസാരിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് ലാബിന്റെയും ലൈബ്രറിയുടെയും പ്രശ്നമുണ്ട്. അപ്പോൾ ലൈബ്രറിയുടെ പ്രശ്നം ഉടനെ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന പ്രശ്നമില്ല. ലാബിന് ഞാൻ അവർക്ക് ഒരു ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാബ് നിർമ്മിക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ടൊരു ആവശ്യമുള്ള ഒരു ഫണ്ട് എത്രയാണ് വേണ്ടതെന്നുള്ളവർ എനിക്കറിയില്ല. ഫണ്ട് അനുവദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും താൽക്കാലികമായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരുന്ന പഠിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ഈ വരാൻ പോകുന്ന ഒരാഴ്ചയ്ക്കും ചെയ്യും. ഞാൻ ഈ സൂചിപ്പിച്ച ഇവരുടെ പ്രശ്നങ്ങൾ പെർമനന്റായിട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങളും ഈ ഘട്ടവും എല്ലാം കെട്ടി കഴിയുമ്പോൾ പരിഹാരം കാണുമെന്നാണ് പറയാനുള്ളത്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഫ്സലും വന്നിട്ടുണ്ട്. അഫ്സൽ ഇന്നലത്തെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നോ? എന്താ തീരുമാനിച്ചത്? ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റിന്റെ വിഷയത്തിനും ഈ നിലവിലെ ഓടിട്ട ബിൽഡിംഗ് പൊളിച്ച് സീലിംഗ് ചെയ്യാൻ വേണ്ടി. പിന്നെ ബാക്കിയുള്ള ഈ കിഫ്ബിയുടെ ഫണ്ടിന്റെ വിഷയത്തിന് 1 കോടി നേരത്തെ ഫണ്ട് കൂടി ആയിക്കഴിഞ്ഞാൽ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടും. പക്ഷെ അവരെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബാത്റൂമും ഒക്കെയാണ്. മറ്റേ മരം മുറിക്കാനൊന്ന് മരം മുറി ആരംഭിക്കും. ഇന്നലെ വന്ന് നോക്കിയിട്ടുണ്ട്.
അത് അവിടെ PTA ഫംഗ്ഷൻ ചെയ്യുന്നില്ലെന്ന് പറയുന്നു. ഒരു പ്രശ്നമാണ്. അത് ശരിയാവില്ല. അപ്പൊ എന്തായാലും ഈ രൂപത്തിൽ കാര്യങ്ങൾ പരിഹാരം കാണാന്നുള്ള നിലയിലാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ സാറ് നടത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിത് പിന്മാറുന്നില്ല. നടത്തി തരുന്നവരെ ഞങ്ങള് ജാഗ്രതയോടെ തന്നെ. പിന്നെ സാറിനോട് വലിയൊരു താങ്ക്സ് ഉണ്ട്. ഞങ്ങൾ ഇത്രയും ദൂരം അവിടുന്ന് വന്നിട്ടും ഞങ്ങളെ നിരാശപ്പെടുത്താതെ ഞങ്ങളെ കൂടെ നിന്ന് സാറ്. ഞങ്ങൾ കൂടെ നിന്നിട്ട് തന്നെ സാറെ ആവശ്യപ്പെട്ടവർക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഈ അപ്പോയിന്റ്മെന്റ് നേടിത്തന്ന എല്ലാവർക്കും, ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്ന എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. മീഡിയക്കും താങ്ക്സ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെല്ലാ കുട്ടികളുടെയും ആഗ്രഹങ്ങളെ എല്ലാവരും നടത്തി തരുമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. ഈ അവസ്ഥ മുന്നേറുന്ന കുറെ കുട്ടികളുണ്ടാവും. ഇങ്ങനെങ്കിലും എല്ലാവരും പുറത്ത് വരട്ടെ. എല്ലാവരുടെ കാര്യങ്ങളും പുറത്ത് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവട്ടെ.